പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ നല്ല ചൂടാണ്, അതുപോലെ തന്നെ നമ്മൾ എക്സാം ചൂടിലുമാണ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ എക്സാം നമ്മൾ തിങ്കളാഴ്ച നടക്കുകയാണ്. വളരെ നന്നായിട്ട് എല്ലാവരും എക്സാം എഴുതണം, എനർജറ്റിക് ആയിട്ട് എക്സാം എഴുതണം. നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൺ വേർഡ് ഒരുപാട് വരുന്നുണ്ട് അല്ലേ, ഒരുപാട് വൺ വേർഡ് ഉണ്ട്. അപ്പോൾ വൺ വേർഡ് ഫസ്റ്റ് ചാപ്റ്ററൊക്കെ നന്നായിട്ട് നോക്കണം. അതിലൊരു പ്രധാനം എന്ന് പറഞ്ഞാൽ ഇമെയിൽ വരുന്ന ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. മറന്നു പോകരുത്. അതുപോലെ ഡൂസ് ആൻഡ് ഡോൺസ് നന്നായിട്ട് പഠിക്കണം. അതൊക്കെ ഞാൻ പല ഓഡിയോസിൽ വിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൂസ് ആൻഡ് ഡോൺസ് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാണ്ടിരിക്കരുത് ഡൂസ് ആൻഡ് ഡോൺസ്. പിന്നെ അതുപോലെ നെറ്റിക്കേറ്റ് മറന്നു പോകരുത്. നെറ്റിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ എന്തായാലും ഒരു മര്യാദ പാലിക്കില്ലേ. നമ്മൾ അതിപ്പോൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ നമുക്കൊരു മര്യാദയുണ്ട്. എല്ലാവരോടും നമ്മൾ തോന്നിയ പോലെ വർത്തമാനം പറയില്ല. അധ്യാപകരോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു സമൂഹത്തിൽ ഒരു ആചാര്യ മര്യാദ ഉണ്ടല്ലോ, അതിന് എറ്റിക്കേറ്റ് എന്നാണ് പറയുന്നത്. അപ്പം നെറ്റിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ കോഡ് ഓഫ് കോണ്ടാക്ട്. നമ്മൾ നെറ്റ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈനിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതിനെയാണ് എന്താ പറയുക. അപ്പോൾ വാട്ട് ഈസ് നെറ്റിക്കേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ വേർഡായിട്ട് ചോദിക്കുകയാണ് ഓൺലൈൻ കോഡ് ഓഫ് കോണ്ടാക്ട്. ഈസി ആയിട്ട് നമുക്ക് പറയും. അപ്പോൾ എന്തൊക്കെയാണ് ഓൺലൈൻ കോഡ് ഓഫ് കോണ്ടാക്ട്? അത് കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. ഡോണ്ട് ചാറ്റ് വിത്ത് സ്ട്രേഞ്ചേഴ്സ്, ഡോണ്ട് സെൻഡ് അൺനെസറി റിക്വസ്റ്റ് ടു സ്ട്രേഞ്ചേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അത് നിങ്ങൾ പഠിക്കണം. അതുപോലെ ഡൂസ് ആൻഡ് ഡോൺസ്, അതുപോലെ നെറ്റിക്കേറ്റ്, രണ്ടെണ്ണം പറഞ്ഞിരുന്നു നമ്മൾ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്ലോഗ് എൻട്രിയാണ്. അപ്പോൾ ബ്ലോഗ് എൻട്രി ചെയ്യുമ്പം നമുക്ക് ബ്ലോഗിന് നന്നായിട്ടൊരു ടൈറ്റിൽ വേണം. ഒരു അറ്റ്മോസ്ഫിയറുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബ്ലോഗ്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബ്ലോഗ്, അല്ലെങ്കിൽ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബ്ലോഗ് ആണെങ്കിൽ ആ ബ്ലോഗിൻ്റെ ഒരു ടൈറ്റിൽ കൊടുക്കണം. പിന്നെ പേഴ്സൺ ഹു റൈറ്റ്സ് എ ബ്ലോഗ് ഇസ് കോൾഡ് എ ബ്ലോഗർ. അപ്പോൾ ബ്ലോഗ് എഴുതുന്ന ആളെ എന്താ പറയുക? ബ്ലോഗർ എന്നാ പറയുക. അപ്പം ആ ബ്ലോഗറുടെ ഒരു പേര് വേണം. അപ്പം ബ്ലോഗ് എഴുതുന്ന ബ്ലോഗ് ടൈറ്റിൽ വേണം, ബ്ലോഗറുടെ പേര് വേണം, പിന്നെ ഡേറ്റും വേണം. ഇത്രയാണ്. അതിനുശേഷം നമ്മൾ എന്താണോ നമ്മൾ എഴുതുന്നത് അതുപോലെയാണ് ബ്ലോഗിൽ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇമെയിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഉണ്ടല്ലോ. ഇമെയിൽ ഉപയോഗിക്കുന്ന അബ്രീവിയേഷൻസ് അല്ലെങ്കിൽ ഷോർട്ട് ഫോംസ്. ആ ഷോർട്ട് ഫോംസ് അബ്രീവിയേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അവസാനം നമ്മൾ BTW, പിന്നെ BTW എന്ന് പറഞ്ഞാൽ ബൈ ദ വേ, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. FWD ഫോർവേഡ്, അതുപോലെ അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ. അതാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കൃത്യമായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കണം സബ്ജക്റ്റ് ലൈന്. അതായത് എഡിറ്റിംഗ് എന്തായാലും വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എഡിറ്റിങ്ങിൽ സബ്ജക്റ്റ് ലൈന് എപ്പോഴും ഇൻഫോർമേറ്റീവ് ആയിരിക്കണം. അവിടെ കൊണ്ടുപോയിട്ട് ഒരിക്കലും ഹായ് ഹലോ എന്ന് ചേർക്കരുത്. വളരെ എളുപ്പമാണ്. പിന്നെ എന്താണ്, നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പാടില്ല. വളരെ എളുപ്പമാണ്. എക്സ്ക്ലമേഷൻ ഉപയോഗിക്കരുത്. നമ്മൾ ഇമെയിൽ എഡിറ്റ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ എക്സ്ക്ലമേഷൻ പാടില്ല. സബ്ജക്റ്റ് ലൈനിൽ ഒരിക്കലും ഹായ് ഹലോ എന്ന് ഉപയോഗിക്കരുത്. ഓക്കെ. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പറയുക അതിൽ? പിന്നെ ഫുൾ സ്റ്റോപ്പുള്ളടുത്ത് കൃത്യമായിട്ട് ഫുൾ സ്റ്റോപ്പ് വേണം. അതുപോലെ ഷോർട്ട് ഫോം ഉപയോഗിക്കരുത്. ഒക്കെ എന്താണ്, ഫുൾ ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. നമ്മൾ അടിച്ചൊടിച്ച് പോവാണ്. പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയാണോ വരുന്നത് അതാണ് പറയുന്നത്. അപ്പോൾ വൺ വേർഡ് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ വൺ വേർഡ് നോക്കേണ്ടത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കുന്നവർ വൺ വേർഡ് നോക്കണം. കാരണം A+ പോവും അവർക്ക്. A+ പോകാണ്ടിരിക്കാൻ നമ്മൾ 18 മാർക്ക്, ചിലപ്പോൾ 20 മാർക്കിൻ്റെ വരെ വൺ വേർഡ് ഉണ്ടാവും. അപ്പോൾ ആ 20 മാർക്കിൻ്റെ വൺ വേർഡ് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ ജസ്റ്റ് പാസ്സാവുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് വൺ വേർഡ്. ജസ്റ്റ് പാസ്സാവുന്നവരും വൺ വേർഡ് നോക്കണം. കാരണം 18 മാർക്കൊക്കെ ചിലപ്പോൾ വൺ വേർഡിൽ വരുന്നുണ്ടത്, വിട്ടുപോകരുത്. പിന്നെ നമ്മൾ അല്ലാത്തവരും പഠിക്കേണ്ടതെന്നല്ല, അല്ലാത്തവരും എന്ത് ചെയ്യണം, വൺ വേർഡൊക്കെ നോക്കണം. പിന്നെ നമ്മൾ അടുത്ത ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. അതിൽ കുറേ ഒരു 6-7 എസ്സേ വരുന്നുണ്ട്. അത് പ്ലാസ്റ്റിക് പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടത് വരുന്നുണ്ട്. പിന്നെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാണ്ടായി പോകുന്ന അല്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്ന സ്പീഷീസിനെ കുറിച്ചാണ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. അതൊക്കെ നമ്മൾ പഠിക്കണം. ISS ഒക്കെ കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ ടൈഗറിൻ്റെ ഒരു പോയുണ്ട്. ടൈഗറിൻ്റെ വംശനാശം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്നുണ്ട്, ആ കവിതയിൽ നിന്നൊക്കെ ആ കാര്യങ്ങൾ. പിന്നെ അതിലൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ മറന്നു പോകാത്തൊരു പോയിന്റാണ് ലിൻഡെയിൻ എന്ന് പറയുന്നത്. ലിൻഡെയിൻ്റെ CSDS എന്ന് പറഞ്ഞാൽ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. CSDS മറന്നു പോകരുത്. അപ്പോൾ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ CSDSൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. അത് മറന്നു പോകരുത്. അത് കൃത്യമായിട്ട് നമ്മൾ പറയണം. അതുപോലെ ആ CSDSൻ്റെ കുറേ സ്പെഷ്യാലിറ്റി നമ്മൾ പഠിക്കണം. അതിലൊരു കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ട്. കെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ്സ്. എന്താ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ്സ് എന്ന് പറഞ്ഞാൽ
പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കീടനാശിനിയാണ്. ഈ കീടനാശിനി പിന്നെ എല്ലാ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം CSDസിൽ ഉപയോഗിക്കുന്ന ഇൻസെക്ടിസൈഡ്സ് ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിൻഡെയിൻ ആണ്. മറന്നു പോകരുത്, ലിൻഡെയിൻ ആണ്. അപ്പം നമ്മൾ ഈ പിന്നെ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് നിങ്ങളുടെ ഫ്രണ്ട് ഒരുപാട് കഴിക്കുന്നുണ്ട്. അപ്പം ഫ്രണ്ടിനോട് പറയാനുള്ള ഉപദേശമൊക്കെ ആയിട്ട് ചോദിക്കും. അപ്പം യു ഷുഡ് നോട്ട് ഡ്രിങ്ക് കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക് ബിക്കോസ് an insecticide named Linden is used in that drink. അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ അതിൻ്റെ ദോഷഫലങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ ഓസ്റ്റിയോപൊറോസിസ്, അതുപോലെ ലിവർ ഫങ്ഷന് പ്രോബ്ലം ഉണ്ട്. അതുപോലെ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ പ്രശ്നങ്ങളാണ്. അതുപോലെ ലിവറിൻ്റെ പ്രോബ്ലം വരുന്നുണ്ട്, ടൂത്ത് ഡാമേജ് വരുന്നുണ്ട്, പല്ലിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഈ ആ കള്ളി കൊടുത്തിട്ടുള്ള കൃത്യമായിട്ട് നിങ്ങളത് പഠിക്കണം, മറന്നു പോകരുത്. പിന്നെ നമ്മൾ തേർഡ് ചാപ്റ്റർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫൊണറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് തേർഡ് ചാപ്റ്റർ. അപ്പോൾ ഫൊണറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഫൊണറ്റിക്സ് ഇൻ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ കാണേണ്ടത് 1 മുതൽ 6 വരെയുള്ള വീഡിയോ വ്യക്തമായിട്ട് കാണാം. 1 മുതൽ 6 വരെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഫൊണറ്റിക്സിൻ്റെ ട്രാൻസ്ക്രിപ്ഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. എളുപ്പത്തിൽ ട്രാൻസ്ക്രിപ്ഷനും അതും ഇതൊക്കെ ആയിട്ടുള്ള കിട്ടും. പിന്നെ സിലബിൾ നമുക്ക് ചോദിക്കാറുണ്ട്. സിലബിൾ ചോദിക്കുമ്പോൾ വളരെ എളുപ്പമുള്ളൊരു സാധനമാണ് സിലബിൾ എന്ന് പറയുന്നത്. 1 മാർക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് സിലബിൾ. അപ്പോൾ എങ്ങനെയാണ് സിലബിൾ കണ്ടുപിടിക്കുക നമ്മൾ? അപ്പോൾ പിന്നെ നമ്മൾ തീരെ ഐഡിയ ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ടാണ് നമ്മൾ സിലബിൾ കണ്ടുപിടിക്കുക അല്ലേ? ട്രാൻസ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നോക്കുക. നമ്മളൊരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ CUP കപ്പ് അല്ലേ? കപ്പ് എന്ന് പറയുമ്പോൾ